നമസ്കാരം. ഇന്റൻഷൻസും എത്രമാത്രം 2020 എന്തുകൊണ്ടായിരിക്കും ഇത്ര നാളും അഖിൽമാരാരെ വിളിക്കാതിരുന്നത്, എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ വിളിച്ചത് എന്നുള്ള രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല ഇതിനെ കൊണ്ട് പറയുന്നുണ്ട്. പറയാനൊന്നും പാടില്ല, അല്ല പറയാനേ പാടുള്ളൂ, ഒന്നും പ്രവർത്തിക്കരുത്. അതാണ് കമ്മ്യൂണിസം. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടല്ലേ രണ്ട് കഷ്ണക്കികളെ. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ സജീവമായ സമയത്ത് ഇവിടെ കേരളത്തിൽ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആരെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിൽ പോയാൽ. ഈ കാശുള്ളത് കൊണ്ടാണെന്ന് അറിയില്ല, ഇവന്മാർക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹം. എനിക്ക് കുറച്ചും കൂടെ ഒരു സ്വതന്ത്ര കാഴ്ചപ്പാട് നിലനിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേസമയം തന്നെ മതപരമായിട്ട് ഒരാളെ പോലും ഒരു വരി കൊണ്ടോ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ മറ്റൊരാളെ മോശപ്പെടുത്താനോ അവരെ വിഷമിപ്പിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സീക്രട്ട് ഏജന്റിനോട് ഞാൻ ഒരാഴ്ചകൾക്ക് മുമ്പ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അഖിൽ ഇത് വളരെ ബ്രില്യന്റ്ലി ഒരു ഗെയിം കളിച്ചിരിക്കുകയാണ്. അതായത് അഖിലിന് BJP-യിലേക്ക് ചേർന്നു, അല്ലെങ്കിൽ BJP പലപ്പോഴും വിമർശിക്കപ്പെടുന്ന വർഗീയതയുടെയും ഈ ചാണകക്കുഴി ആശയങ്ങളുടെയും ഒക്കെ ഉള്ളിൽ പോയി വീഴാൻ പേടിയാണ്. അത് ഞാനാ ഉണ്ണി. അപ്പൊ പിന്നെ ഞാനാരാ? ഇത് ഞാനാ സുന്ദരൻ. അതൊരു ചാണാക്കുഴിയിലൊക്കെ. എങ്ങനെയാ നിങ്ങൾ ആദ്യം രാഷ്ട്രീയം അറിയാവുന്നവരോട് ചോദ്യങ്ങൾ ചോദിക്കണം. സീരിയസ്ലി. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആരുന്നുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ പല പള്ളികളും പൊളിക്കാൻ ശേഷിയുള്ള സംഘടനയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ലേ ഇത്? ചെയ്തിട്ടില്ലല്ലോ ഒരു കാലത്തും. നീ രാക്ഷസനും രാമനും മനുഷ്യനും ഒക്കെ കൂടി ചേർന്ന് നമ്മൾ പ്രാദേശിക വിഷയങ്ങളൊക്കെ എല്ലായിടത്തും വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണ്ടാക്കിൽ പള്ളി പൊളിക്കാൻ ശേഷിയുള്ള പാർട്ടി എന്നൊക്കെ. എങ്ങനെ ഞാൻ പോകുന്നു. ബൈ ബൈ.